ദൈവം നിശ്ചയിച്ചിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മേലുള്ള ദൈവവിളി സ്വർഗത്താൽ നിയോഗിതമായ അത്ഭുതകരമായ അവിടുത്തെ ഇടപെടലാണ്. ദുർഗ്രഹമായ ഒരു ദൈവിക രഹസ്യം തന്നെയാണ് ഈ ലോകത്തിൽ തൻ്റെ അജഗണത്തെ പ്രത്യേകമായി തൻ്റെ പക്കലേക്ക് നയിക്കുന്നതിനായി അവിടുന്ന് നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ്. ആത്മാക്കളുടെ രക്ഷയ്ക്കായി ദൈവം നിയോഗിച്ചിരിക്കുന്ന ഇടയന്മാരുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും സ്വർഗഗണമൊന്നാകെ സവിശേഷമായ താൽപ്പര്യത്തോടെ അവരുടെ സഹായത്തിനെത്തുന്നു. അങ്ങനെ ധന്യമായ ഒരു ജീവിതപാതയിലൂടെ ക്രിസ്തുവിനായി ജീവിച്ചുകൊണ്ട് അവരുടെ ദൈവവിളി ലോകത്തിന് അനുഗ്രഹമായി മാറുന്നു. തൻ്റെ തനതായ പ്രവർത്തന ശൈലി കൊണ്ടും ജീവിത രീതി കൊണ്ടും ശ്രദ്ധേയനായ ഇടയൻ. ശക്തമായ നിലപാടുകൾ കൊണ്ട് സമൂഹത്തിൽ ശ്രദ്ധേയൻ. ആത്മീയ തീഷ്ണതയിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഏവർക്കും മാതൃകയായി മാറിയ ആത്മീയാചാര്യൻ. താമരശ്ശേരി രൂപതയുടെ ഇടയൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും ശ്രദ്ധേയനാണ്. വിശ്വാസികളും അവിശ്വാസികളും ഏറെ താൽപ്പര്യത്തോടെ വീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയതയുടെ ഉറച്ച ബാലപാഠങ്ങൾ മുതൽ തീഷ്ണമതിയായ ഒരു ദൈവ ശുശ്രൂഷകന്റെ വഴിത്താരകളിലെ ശക്തമായ തിരിച്ചറിവുകളും നമുക്ക് മുന്നിൽ തെളിയുന്നു. ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ പ്രിയ ശുശ്രൂഷകനെ ശൈശവം മുതൽ അവിടുന്ന് കൈപിടിച്ചു നടത്തിയ അത്ഭുതകരമായ ജീവിത സാക്ഷ്യം. അതാണ് ലോകത്തിന് അനുഗ്രഹമായി ശക്തമായ മാതൃകയായി നിലനിൽക്കുന്ന ഈ വിശ്വസ്തനായ ശുശ്രൂഷകന്റെ വാക്കുകൾ. ആയിരത്തി 1960 രാമപുരത്തു നിന്നും മലപ്പുറം ജില്ലയിലെ വെറ്റിലപ്പാറയിലേക്ക് കുടിയേറിയതാണ് ഇഞ്ചനാനിയിൽ CA പോളും കുടുംബവും. തുടർന്ന് ആ നാടിൻ്റെ വികസനത്തിലും ഒരു സമൂഹത്തിൻ്റെ തന്നെ നിർമ്മിതിക്കും നിർണായകമായ പങ്കുവഹിച്ച ഒരു ചരിത്രമാണ് റെമിജിയോസ് പിതാവിൻ്റെ ചാച്ചനായ CA പോളിൻ്റേത്. പരാധീനതകളുടെയും പരിമിതികളുടേതുമായ ഒരു കാലഘട്ടത്തിലാണ് 1961 ആ കുടുംബത്തിലെ 6ാമത്തെ സന്താനമായി കൊച്ചു റെമിജിയോസ് ജനിച്ചു വീഴുന്നത്. മലബാറിലേക്ക് കുടിയേറുന്ന നാളുകളിൽ അമ്മ അദ്ദേഹത്തെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നിട്ടും വിശ്വാസത്തിൻ്റെ വലിയ പിൻബലത്തിൽ ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പുതിയ നാട്ടിലേക്ക് അവർ എത്തിച്ചേരുകയാണുണ്ടായത്. ആ നാളുകളിൽ മുതൽ തൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണത അദ്ദേഹവും സ്വന്തമാക്കിയിരുന്നു. രാമപുരത്തിനടുത്ത് കുണിഞ്ഞി എന്ന സ്ഥലമുണ്ട്. രാമപുരത്തോട് ചേർന്ന് തന്നെ ഉള്ളതാണ്. അവിടെ നിന്ന് എൻ്റെ പിതാവ് 1960 വെറ്റിലപ്പാറയിലേക്ക് കുടിയേറി. പിതാവ് ജനിച്ചതൊക്കെ നാട്ടിലാണ്? അല്ല, ഞാനിവിടെ വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ജനിച്ചതാണ്. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ 8 പേരാണ് മക്കൾ. എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 7 ആണുങ്ങളും ഒരു പെണ്ണും. അതിൽ ഞാൻ 6ാമത്തെ ആളാണ്. പെൺകുട്ടി ഏറ്റവും മൂത്തതായിരുന്നു. ഏറ്റവും വലിയച്ചയാണ്? ഏറ്റവും വലിയ. ബാക്കി സഹോദരങ്ങളൊക്കെ? അവരെല്ലാവരും ഓരോ ജോലിയാണ്, കച്ചവടം അങ്ങനെയുള്ള മേഖലകളിലാണ്. പിതാവിൻ്റെ ബാല്യകാല വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? LP സ്കൂളൊക്കെ? LP സ്കൂളിൽ ഞങ്ങൾ 1960 അവിടെ വന്നു. ഞങ്ങളുടെ പ്രദേശത്ത് കുടിയേറി. ചാലിയാർ പുഴയിൽ നിന്നിടെ പുഴ കടന്നിട്ട് വേണമായിരുന്നു ഞങ്ങളുടെ പ്രദേശത്തേക്ക് എത്താൻ. ചാലിയാർ പുഴ കടന്ന് പിന്നീട് 6 കിലോമീറ്റർ നടക്കണമായിരുന്നു. യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. നടന്നു പോകാൻ തന്നെ
ഞങ്ങളുടെ പ്രദേശമെല്ലാം വനമായിരുന്നു. വനത്തിൽ നിന്ന് കൂപ്പ് മരം പുറത്തേക്ക് ഇറക്കുമായിരുന്നു, വെട്ടി പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. അങ്ങനെ ലോറി പോകാനുള്ള ചാലുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ, അതിനടുത്തായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അവിടെ ഞങ്ങൾ കുടിയേറി പാർത്തപ്പോൾ അവിടെ ആദിവാസികളുണ്ടായിരുന്നു. ഒരു 10-50 കുടുംബങ്ങളുണ്ടായിരുന്നു ആദിവാസികൾ. ഞങ്ങളൊരു 10 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കുടിയേറി വന്നവർ. അതെ, എല്ലാവരും ക്രിസ്ത്യൻസ് ആയിരുന്നോ? ഞങ്ങൾ വന്നവരെല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു, കാത്തലിക്സ് ആയിരുന്നു. ചാച്ചൻ മുൻകൈ എടുത്ത് ഇവിടെ ആദിവാസികളുണ്ട്, അവർക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ സ്കൂൾ 1962 അവിടെ സ്കൂൾ ആരംഭിച്ചു. അതുകൊണ്ട് ആ സ്കൂളിൽ വിദ്യാഭ്യാസം അവിടെ കിട്ടി. LP സ്കൂൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് UP സ്കൂള് 5 കിലോമീറ്റർ അകലെ ഉള്ള സ്ഥലത്തായിരുന്നു, നടന്നു പോകണം. ഒരു വഴിക്ക് തന്നെ 5 കിലോമീറ്റർ. അതെ, ദിവസം 10 കിലോമീറ്റർ. പിന്നെ അതിനുശേഷം ഹൈസ്കൂളിൽ അവിടെ നിന്ന് അരീക്കോട് നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരോട്ട് മാറിയിട്ട് ഹൈസ്കൂൾ ആയിരുന്നു. അത് ചാലിയാർ പുഴ കടക്കണമായിരുന്നു. 12 കിലോമീറ്റർ നടക്കണമായിരുന്നു, ഒരു സൈഡിലേക്ക് 12 കിലോമീറ്റർ നടക്കണമായിരുന്നു. രാവിലെ 7:30 ഒരു മലയാളം ന്യൂസ് റേഡിയോയിലുണ്ട്. ആ ന്യൂസ് ആകുമ്പോൾ ചാച്ചൻ പറയും സ്കൂളിൽ പോകാനുള്ള സമയമായി, പോകാൻ പറയും. അപ്പോഴേ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ആ ന്യൂസിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ സമയം ക്രമീകരിക്കപ്പെട്ടിരുന്നത്. അന്ന് വാച്ചൊന്നും ഇല്ലല്ലോ. കുടിയേറ്റ കാലത്തിൻ്റെതായ എല്ലാ പരിമിതികളും ആദ്യകാലങ്ങളിൽ ആ കുടുംബത്തിന് അതിജീവിക്കേണ്ടതായുണ്ടായിരുന്നു. എല്ലാവിധ ജീവിത സൗകര്യങ്ങളുടെയും അപര്യാപ്തതകൾക്കപ്പുറം ഒരു വിശ്വാസ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ദേവാലയവും ആ പ്രദേശത്തെ കുടിയേറ്റ ജനതയ്ക്ക് ഒരു സ്വപ്നമായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 4 കിലോമീറ്റർ ദൂരെ തോട്ടുമുക്കം പള്ളി സ്ഥാപിതമായപ്പോൾ ഒരു പരിധിവരെ ആശ്വാസമായി. എങ്കിലും കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ദൂരം കാട്ടുപാതയിലൂടെയും പുഴ കടന്നും പള്ളിയിൽ പോകുവാനാകുമായിരുന്നില്ല. ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷം വെറ്റിലപ്പാറയിൽ ഇടവകപ്പള്ളി സ്ഥാപിതമായപ്പോഴാണ് കുട്ടികൾക്ക് മതബോധനത്തിനും ഏവർക്കും അവരാഗ്രഹിച്ച കൂദാശ ജീവിതത്തിനും അവസരം ലഭിച്ചത്. തോട്ടുമുക്കം ഞങ്ങളുടെ ഫൊറോന പള്ളിയാണ് ഇപ്പോൾ 4 കിലോമീറ്റർ അകലെ. അവിടെ നിന്ന് മാസത്തിലൊരിക്കൽ അല്ലെ 2 മാസത്തിലൊരിക്കൽ വല്ലപ്പോഴും ഒരിക്കൽ അച്ഛൻ വന്ന് കുർബാനയില്ല. അപ്പോൾ ചെറിയ വെറ്റിലപ്പാറയിൽ ചാച്ചൻ തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം പള്ളിക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഒരു ഷെഡുണ്ടാക്കി, എല്ലാവരും കൂടെ ഷെഡുണ്ടാക്കി. അവിടെ അച്ഛൻ ആദ്യം എൻ്റെ ഓർമ്മയിൽ വല്ലപ്പോഴും ഒരിക്കൽ അച്ഛൻ വരും. പിന്നീട് ഏതെങ്കിലും ആവശ്യങ്ങളുള്ള അവസരങ്ങളിൽ അച്ഛൻ വരും, ആദ്യ കുർബാന, മറ്റവസരങ്ങളിൽ. പിന്നീട് അതൊരു മാസത്തിലൊരിക്കൽ ഒരു കുർബാനയായി. പിന്നീട് 2 ആഴ്ചയിൽ ഒരിക്കൽ കുർബാനയായി. പിന്നീട് ആഴ്ചയിലൊന്ന് കുർബാന വന്ന് ചെല്ലുവാൻ തുടങ്ങി. പിന്നീട് 1973 ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വൈദികനായി. അപ്പോൾ പിതാവിൻ്റെ ബാല്യകാലത്തെ ഇട ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാൻ ഒരു സൗകര്യമില്ലായിരുന്നു? ഞങ്ങൾക്ക് യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കലും പോയിട്ടേ ഇല്ല. ഇട ദിവസങ്ങളിൽ എനിക്ക് 12 വയസ്സാകുമ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പള്ളി വരുന്നത് അവിടെ. അപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ശനിയാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ വേദപാഠം ഞാൻ വേദപാഠം പഠിക്കുന്നത് എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് വേദപാഠം പഠിക്കുന്നത്. ആദ്യ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾക്ക് അച്ഛൻ തോട്ടുമുഖത്തു നിന്ന് വന്ന് ആദ്യ കുർബാനയ്ക്കുള്ള പഠനമെല്ലാം നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ഉള്ള വേദപാഠമാണ്. പിന്നെ ഉള്ളത് 12ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ്സിലാണ് ഞാൻ വേദപാഠം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ചു? അതെല്ലാം വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ, ഏറെ പ്രത്യേകിച്ച് എൻ്റെ അമ്മ നല്ലൊരു അധ്യാപികയായിരുന്നു. അതെ, തീർച്ചയായിട്ടും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അന്ന് പക്ഷേ അവരുടെ സംസാരവും അമ്മയുടെ സംസാരവും ജീവിതമെല്ലാം നല്ലൊരു ഫിലോസഫി ഉണ്ടായിരുന്നു ജീവിതത്തിൽ. എന്നും അമ്മയ്ക്ക് നല്ല ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു, നല്ലൊരു ചിന്തകയായിരുന്നു. നന്നായിട്ട് വായിക്കുമായിരുന്നു, കയ്യിൽ കിട്ടുന്ന എല്ലാം വായിക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയും അന്തരീക്ഷം, കുടുംബത്തിൽ എപ്പോഴും പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. എപ്പോഴും ആത്മീയതയിലായിരുന്നു അമ്മ, എപ്പോഴും ആത്മീയതയിലായിരുന്നു. ജപമാല ചൊല്ലുന്ന കാര്യത്തിലും ഈ ഞായറാഴ്ച ഒരിക്കലും ദിവ്യബലം മുടക്കാതിരിക്കാൻ
അവർ പരിശ്രമിക്കുമായിരുന്നു. 4 കിലോമീറ്റർ അകലെയുള്ള പള്ളിയിൽ ദേവാലയത്തിൽ അവർ ഞങ്ങളെ കൊച്ചുകുട്ടികളല്ലേ ഞങ്ങളിവിടെ ഇട്ടിട്ട് പോകുമായിരുന്നു. സ്വർഗം ആഗ്രഹിക്കുന്ന നന്മകളാൽ സമ്പുഷ്ടമായ ഒരാത്മാവ്, വിശിഷ്യ ദൈവം തെരഞ്ഞെടുക്കുന്ന ശക്തനായൊരു ശുശ്രൂഷകൻ രൂപപ്പെടുന്നത് ആത്മീയ നിറവുകളാൽ പരിലസിതമായൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബവിശുദ്ധിയും കുടുംബ പ്രാർത്ഥനയുമെല്ലാം ഏറ്റവും പ്രധാനമായി തീരുന്നത്. ഇത്തരത്തിൽ ചിന്തിച്ചാൽ അനുഗ്രഹീതമായൊരു കുടുംബ പശ്ചാത്തലമാണ് മാർ റിമിജിയോ സിഞ്ചനാനിയിൽ പിതാവിൻ്റെ ആത്മീയ അടിത്തറ. ശക്തമായ ആത്മീയ ബോധ്യങ്ങളാൽ പണിതുയർത്തപ്പെട്ട ആ കുടുംബത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിനപ്പുറം മറ്റൊരു ആദർശത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല. ചാച്ചനൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അന്ന്. പൊതു റോഡ് വെട്ടുക, പള്ളിക്കൂടം ഉണ്ടാക്കുക, സ്കൂൾ കൊണ്ടുവരിക, പള്ളിയുടെ കാര്യങ്ങൾ ചെയ്യുക, മിൽക്ക് സൊസൈറ്റി, ബാങ്ക്, ആശുപത്രി, ഇങ്ങനെയുള്ള രാഷ്ട്രീയം, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകനായിരുന്നതുകൊണ്ട് ചാച്ചൻ മിക്കവാറും താമസിച്ചേ വരികയുള്ളൂ. ഇത്ര കിലോമീറ്റർ നടന്നു വരണമല്ലോ, ഈ വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പോകും, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ പോകും. തിരികെ വരുമ്പോഴേക്കും വളരെ താമസിക്കുമായിരുന്നു. എന്നാൽ സന്ധ്യാപ്രാർത്ഥന മുടക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. 7 മണി 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുളി കഴിഞ്ഞിരിക്കണം. കോഴി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിരുന്നു. എനിക്ക് കോഴിക്കോട് അടയ്ക്കേണ്ട ജോലിയൊക്കെ എനിക്ക് തരുമായിരുന്നു. ആടുകളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആടുകളുണ്ടായിരുന്നു. ആടിനെ കൂട്ടിൽ കയറ്റി കെട്ടണം, കോഴിക്കൂട് അടയ്ക്കണം, കോഴിയെല്ലാം കൂട്ടിൽ കയറ്റി കോഴിക്കൂട് അടയ്ക്കണം, കുളിച്ച് റെഡിയാകണം. 7:30 ആകുമ്പോഴേക്കും പ്രാർത്ഥന. ഈ ഞങ്ങൾക്ക് തൊട്ടടുത്ത് കൂടെ വലിയൊരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ അരുവിയിൽ കുട്ടികൾക്ക് കുളിക്കുക വളരെ രസകരമാണല്ലോ. കുളിച്ചാൽ എത്ര സമയം പോയാലും നാം അറിയുകയില്ല. വളരെ രസകരമായിട്ടുള്ള ആ കുളി. അപ്പോൾ പക്ഷേ എത്ര കുളിക്കാനൊക്കെ അനുവാദമുണ്ട്. പക്ഷേ 7:30 ആകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രാർത്ഥനയ്ക്ക് കുളിച്ച് കൂട്ടുകാരോടൊപ്പം അവിടെ ഇരിക്കുകയോ പ്രാർത്ഥനയ്ക്ക് 7:30 സമയത്ത് പ്രാർത്ഥനയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത്താഴമില്ല. ഈ കാര്യത്തിൽ അമ്മച്ചിക്ക് ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എത്ര കരഞ്ഞെന്ന് പറഞ്ഞാലും അത്താഴം തരുന്ന പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നത്. അപ്പം അമ്മച്ചിയുടെ ആത്മീയതയും ചാച്ചൻ്റെ സാമൂഹ്യ പ്രവർത്തനം എല്ലാം കൂടി മകന് തമ്പുരാനിങ്ങ് തന്നു. തീർച്ചയായിട്ടും അത് നമ്മളെ സ്വാധീനിക്കുമല്ലോ. അമ്മച്ചി ഞാൻ നന്നായിട്ട് ഓർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും അമ്മച്ചി പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കവണി ഉണ്ടല്ലോ, പൊതമുണ്ട്, കവണി മടക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവണി മടക്കുന്ന അവസരത്തിൽ അമ്മ ചോദിക്കുന്നത്, ഇന്ന് ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ പറഞ്ഞ പ്രസംഗം അതൊന്നുകൂടി അമ്മച്ചി അങ്ങ് ആവർത്തിക്കും. എല്ലാ ഞായറാഴ്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അമ്മച്ചി ഒന്നുകൂടെ ഇന്ന് അച്ഛൻ പള്ളിയിൽ പറഞ്ഞ പ്രസംഗം ഇതായിരുന്നു, വിതക്കാരൻ്റെ ഉപമ. ആ വിതക്കാരൻ്റെ ഉപമ, നല്ല വിത്തുണ്ടെങ്കിൽ നല്ല നിലമുണ്ടെങ്കിൽ മാത്രമേ വിത്ത് മുളയ്ക്കുകയുള്ളൂടാ. അതുകൊണ്ട് അതുപോലെ ജീവിക്കണം, അല്ലെങ്കിൽ അതെല്ലാം മുള്ളുകളുടെ ഇടയിൽ വീണ പോലെ ആകുമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇങ്ങനെ പള്ളിയിൽ പറഞ്ഞ കാര്യം എല്ലാ ഞായറാഴ്ചയും റിപ്പീറ്റ് ചെയ്യും. ക്ലാസ്സിൽ പറയുന്നത് പോലെ. അതെ, അതുപോലെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് പള്ളിയിൽ പോയിട്ടുള്ള മറ്റ് സഹോദരങ്ങളോ ചാച്ചനോ പറയും, ഇതൊക്കെ പള്ളി കേട്ടതാ, നീ മിണ്ടാതിരിക്കാൻ പറയും. പക്ഷേ എങ്കിലും കേൾക്കാത്തവർക്കായിട്ട് അമ്മച്ചി അത് വിശദീകരിക്കും. പള്ളി പറഞ്ഞ കാര്യം, ആ പ്രസംഗം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് ഓർത്തിരിക്കുക. അന്ന് എനിക്കത് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുകയാണ്, പള്ളിയിൽ കേട്ട കാര്യം വീട്ടിൽ വന്ന് അതിൽ പറഞ്ഞ നന്മയുടെ കാര്യങ്ങൾ, അച്ഛൻ പള്ളിയിൽ പറഞ്ഞത് ഒരു സാധാരണ കുടുംബിനി എന്ന നിലയിൽ അവരെ എത്രമാത്രം സ്വാധീനിച്ചു. ഇന്ന് എല്ലാ അമ്മമാരും അത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഓർക്കുക, പറയുന്നത് 15 മിനിറ്റോ 20 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഒരു ഞായറാഴ്ച പോലും വീട്ടിൽ വന്നിട്ട് അമ്മ അത് പറയാതിരുന്നിട്ടില്ല. അതെനിക്ക് വളരെ ഉറപ്പാണ്. അതിലെ കാതലായ വശം അമ്മ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരിക്കലും അമ്മ പറഞ്ഞു, ഇന്ന് അച്ഛൻ പള്ളിയിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചുകുട്ടിയാണ്, അതെൻ്റെ ഓർമ്മയിൽ നന്നായിട്ട്
ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നെ എമി എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ. എന്നെ എമി, നിനക്ക് ഹൃദയവിശുദ്ധിയുണ്ട്, നീ ദൈവത്തെ കാണും. അമ്മ എന്നോട് പറഞ്ഞതാണ്. ആദ്യകാലം മുതൽ മിഷൻ ലീഗും ഇടവകയുമൊക്കെയായി ഏറെ തീഷ്ണതയോടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു പിതാവിൻ്റെ ചാച്ചനായ ഇഞ്ചനാനിയിൽ പോൾ. കുടിയേറ്റ കാലത്തിനു മുൻപ് നാട്ടിലായിരുന്നപ്പോൾ മുതൽ ഏറെ കുഞ്ഞുങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനും മതാധ്യാപകനാകുവാനുമെല്ലാം അവസരം ലഭിച്ചിരുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങളാണ് പിതാവിന് ലഭിച്ച വ്യത്യസ്തമായ നാമത്തിനു പിന്നിലുമുള്ളത്. പിതാവിൻ്റെ പേര് വളരെ റെയറായിട്ടുള്ള ഒരു പേരാണല്ലോ. ആ പേരിൻ്റെ വിശുദ്ധനെക്കുറിച്ചൊന്ന് പറയാമോ? 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധനാണ്. മെത്രാനായിരുന്നു ഫ്രാൻസിൽ. അദ്ദേഹം രക്തസാക്ഷിയായി. ചാച്ചനാണോ അതോ അമ്മയാണോ പേര്? ചാച്ചന് ഞാൻ പറഞ്ഞല്ലോ ഒരു മിഷനറി ആയിരുന്നു, ജന്മനാ തന്നെ മിഷനറി. മിഷിലിയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവർക്കെല്ലാം മിഷൻ പ്രവർത്തനത്തിന് മിഷിലിയിലേക്ക് ആകർഷിക്കുകയും കുട്ടികൾക്ക് വേണ്ട ക്ലാസ്, നന്നായിട്ട് നാടകം കളിക്കുക ചാച്ചൻ. നാടകം എഴുതുകയും കളിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ അതുകൊണ്ട് നല്ല നാടകങ്ങൾ എഴുതി കുട്ടികളെ, കൊച്ചു ത്രേസ്യയുടെ ജീവിതവും എല്ലാം നാടകങ്ങൾ എഴുതി കുട്ടികളെ പരിശീലിപ്പിക്കുക എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ മിഷനിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ധാരാളം മിഷനറിമാർ സുഹൃത്തുക്കളുണ്ടായി. ചാച്ചൻ്റെ കൂടെയുള്ള പ്രവർത്തിച്ചവർ ഒരാൾ ഹൈദരാബാദിൽ ഒരു മിഷനറിയായി, ഒരു സിസ്റ്റർ. അപ്പോൾ ഞാൻ 6ാമത്തെ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് 6ാമതൊരു കുഞ്ഞുണ്ടായി. എന്താണ് ഒരു പേര് നൽകുന്നതെന്ന് ചാച്ചൻ ചോദിച്ചപ്പോൾ അതിന് എഴുതി റെമീജീസ് എന്ന് പേര് നൽകാൻ സിസ്റ്റർ എഴുതി. അങ്ങനെ എനിക്ക് ഈ പേര് കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം മെത്രാനായി വിശുദ്ധനായ ഒരാളുടെ പേര് കിട്ടിയല്ലോ, അത് വലിയ ഭാഗ്യമാണ് എനിക്ക്. യൂറോപ്പിലൊക്കെ ധാരാളം ദേവാലയങ്ങൾ വിശുദ്ധ റെമീജീസിന്റെ പേരിലുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലില്ല, ആദ്യമാണ്. അതെ അതെ അതെ, ആദ്യമാണ്. ഏറെ തീഷ്ണമതിയും എക്കാലവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിച്ചിരുന്ന മാതൃകാ വ്യക്തിത്വവുമായിരുന്ന ഇഞ്ചനാനിയിൽ C.A. പോൾ തൻ്റെ 91ാമത്തെ വയസ്സിലും പ്രവർത്തന നിരതനാണ്. കുറച്ചു വർഷങ്ങളായി തൻ്റെ ഒഴിവുവേളകൾ പൂർണ്ണമായും അദ്ദേഹം ചെലവഴിക്കുന്നത് ജപമാല നിർമ്മാണത്തിനു വേണ്ടിയാണ്. വ്യത്യസ്തമായ രീതിയിലും ഉറപ്പിലും ഈ പ്രായത്തിലും ഇദ്ദേഹം അതിവിദഗ്ധമായി ജപമാലകൾ നിർമ്മിക്കുന്നത് അതിശയകരമാണ്. കൂടാതെ 2010 തങ്ങളുടെ കുടിയേറ്റത്തിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പഴയ സ്മരണകളും അന്നു മുതലുള്ള അനുഭവങ്ങളും ദൈവപരിപാലനയുടെ ശക്തിയുമെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥവും അദ്ദേഹം രചിക്കുകയുണ്ടായി. ചാച്ചന് ഏറ്റവും വിനോദമായിട്ടുള്ളത് ഈ സമയത്ത് വിശ്രമ കാലഘട്ടം ചെലവഴിക്കുന്നത് കൊന്ത ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും, വരുന്ന എല്ലാവർക്കും കൊന്ത കൊടുക്കും. എന്തുകൊണ്ടാണ് കൊന്ത ഉണ്ടാക്കുന്നത്? കൊന്തയുടെ കുരുവുണ്ട്, നൂല് കൊണ്ടുണ്ടാക്കും, കമ്പി കൊണ്ടുണ്ടാക്കും. കമ്പി കൊണ്ട് നന്നായിട്ട് കൊന്ത കെട്ടാൻ അറിയാം ചാച്ചന്. ചെറുപ്പത്തിൽ മിഷലിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ചാച്ചൻ. നാട്ടിലായിരുന്നപ്പോൾ, അങ്ങനെ കുണിഞ്ഞിയിലായിരുന്നപ്പോൾ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ കൊന്ത ജപമാല പ്രചരിച്ചു വരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചു കൊന്ത കെട്ടാൻ. അതെ, അങ്ങനെ നല്ലൊരു സജീവ പ്രവർത്തനം ആയതുകൊണ്ട് കൊന്ത കെട്ടാൻ പരിശീലനം കൊടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ചാച്ചൻ. അതെ അതെ അതെ. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ മറ്റേ യാതൊരു ജോലിക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല. ഒരിടത്ത് ഇറങ്ങി പോകാൻ പറ്റില്ല. പറമ്പിൽ ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരാൾ കൂട്ടില്ലാതെ ഒരു പറമ്പിൽ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഒരു യാത്ര പോകാൻ പറ്റില്ല. പലവിധ രോഗങ്ങൾ കൊണ്ട് ഒക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരും. ഈ പ്രായമായ ആളുകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ അവരുടെ ചെറുപ്പകാലങ്ങൾ അവർ അനുഭവിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇത് ഒന്ന് അയവിറക്കുക ഈ പ്രായമാകുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ, അത്
പ്രായമായത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ കൊന്ത കെട്ടുന്ന അവസരത്തിൽ ഒരു ചിന്തയും വരില്ല. മാതാവിനോട് രാവിലെ കമ്പി കൊണ്ടിലെടുക്കുമ്പോൾ പറയാം, അമ്മേ എന്നെ കാത്തുകൊള്ളണം, പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ യാതൊരു അല്ലലും കൊന്ത കിട്ടുന്ന സമയത്തുണ്ടാവില്ല. ദൈവത്തിന് ഏറെ പ്രീതികരമായൊരു സമർപ്പിത ജീവിതത്തിലേക്ക് തന്നെ നയിച്ച വഴിത്താരുകളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപരിപാലനയുടെ കരങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിൽ തെളിയുന്നത്. മാതാപിതാക്കളുടെ സജീവമായ ജീവിത മാതൃകയും അവരിലൂടെ ദൈവം പകർന്നു നൽകിയ ബോധ്യങ്ങളും ആ ജീവിതത്തിൽ വഴിവിളക്കുകളായി മാറി. എല്ലാറ്റിനും പുറമെ ഓരോ അവസരങ്ങളിലും ദൈവം നൽകിയ പ്രത്യേകമായ പ്രചോദനങ്ങളും സവിശേഷമായ താൽപ്പര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. എൻ്റെ മൂത്ത സഹോദരൻ പാലയിലായിരുന്നു പഠിക്കുന്നത്. ഞാൻ പഠിക്കാൻ സൗകര്യമില്ലാതിരുന്നത് കൊണ്ട് പാലായിലായിരുന്നു പഠിക്കുന്നത്. അവിടെ നിന്ന് വന്നപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മിസ് ആനിത്തയിൽ വിവർത്തനം ചെയ്ത മനോഹരമായ ജീവചരിത്രം മനോഹരമായ ചില ഫോട്ടോകൾ, അത് കളർ ഫോട്ടോ ആയിരുന്നു. അന്ന് തന്നെ കളർ ഫോട്ടോ അടിച്ചിരുന്നു, ഞാൻ ഓർക്കുന്നു. അത് കൊണ്ടുവന്നു. എന്നിട്ട് ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, ഇത് വായിച്ചോ, എന്നിട്ട് നിനക്കും ഇതുപോലെ ആയിത്തീരാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞു. ആ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ ഒരു മിഷണറി ആകണം, നല്ലൊരു വൈദികനാകണം എന്നൊരു ചിന്ത ആ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അൾത്താര ബാലനാവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, 12 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ പള്ളി വന്നത്. അതിനു മുൻപ് എല്ലാ ആഴ്ചയിലും അല്ലെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും അൾത്താര ബാലനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതൊരു അംഗീകാരമായിട്ടോ എൻ്റെ ഒരു അവകാശമായിട്ടൊക്കെ ഞാൻ കണക്കാക്കിയിരുന്നു. വലിയ താല്പര്യമായിരുന്നു എനിക്ക്. 10ാം ക്ലാസ്സിലെ പഠനത്തിനിടയിൽ മറ്റേതെങ്കിലും ഒരു ജീവിത മേഖലയെക്കുറിച്ച് ചിന്തിച്ചോ? ഒരു വൈദികനാകണമെന്നുള്ള ചിന്തയൊന്നും എനിക്ക് അപ്പോഴില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ അതിനുള്ള സാഹചര്യങ്ങളില്ല. ഒരു ഗവൺമെൻറ് സ്കൂളില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും വൈദികരില്ല, വന്ന് കാണുന്ന വൈദികർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം പള്ളിയിൽ പോയി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് സർക്കുലർ വായിച്ചത് ദൈവവിളിയെക്കുറിച്ചാണ്. ദൈവവിളിക്ക് താല്പര്യമുള്ളവർ, സെമിനാരിയിൽ ചേരാൻ താല്പര്യമുള്ളവർ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ 5-6 ആണുങ്ങൾ ഇവിടെ ഇല്ലേ, ഒരുത്തനെങ്കിലും സെമിനാരിയിൽ പോയിക്കൂടെ? അമ്മ ചോദിച്ചു. അതെ അതെ അതെ, അമ്മ അത് എല്ലാവരോടും കൂടിയാണ് ചോദിച്ചത്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ആണുങ്ങളില്ലേ, ഞങ്ങൾ 7 പേര് ആണുങ്ങളില്ലേ, 5-6 ആണുങ്ങളില്ലേ, നിങ്ങൾക്ക് ഒരാൾക്കൊന്ന് സെമിനാരിയിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ചോദ്യം തറച്ചു നിന്നു. ഞാൻ വിചാരിച്ചു, അമ്മയുടെ ഒരു ആഗ്രഹം, 5-6 ആണുങ്ങൾ ഒരു വീട്ടിലുണ്ടായിട്ട് ഒരാൾക്ക് വൈദികനായിക്കൂടെ, ഒരു മിഷണറി, ഒരാൾ ദൈവത്തിന് സമർപ്പിക്കുക, എന്നാൽ അത് ഞാനാകട്ടെ, ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതാണ് ആദ്യമായിട്ടൊരു വൈദികനാകണമെന്ന് ഒരാഗ്രഹം എന്നിലേക്ക്, ചിന്ത മനസ്സിലേക്ക് കടന്നു വരാനുള്ള കാരണം അതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ തീരുമാനം ഉറച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ ദൈവവിളിയെക്കുറിച്ച് അച്ഛൻ പള്ളിയിൽ വായിച്ചു. ദൈവവിളി ക്യാമ്പ് അതിനെക്കുറിച്ചൊക്കെ വായിച്ചു. അപ്പോൾ തീരുമാനിച്ചു ഇങ്ങനെ വൈദികനായി തീരാമെന്ന്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ താൻ അറിയാതെ തന്നെ നയിച്ച ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിനു മുന്നിൽ അദ്ദേഹം ശിരസ് നമിക്കുന്നു. മനുഷ്യന് ദുർഗ്രഹമായ ദൈവ തീരുമാനങ്ങളെയും പദ്ധതികളെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവിതം അവിടുത്തെ ഇഷ്ടത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച് അദ്ദേഹം തൻ്റെ യാത്ര തുടരുന്നു. ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു മിസ്റ്ററി, ഒരു മഹാരഹസ്യം എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. എന്തിനാണ് ഞാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത്? ടു പ്രീച്ച് വേർഡ് ഓഫ് ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്. ഈശോയെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന സംശയത്തിൻ്റെ വഴികളെല്ലാം ദൂരെ മാറി.
എനിക്ക് ഈ യേശുവിനെ എനിക്ക് കൂടുതൽ അടുത്തറിയാൻ അന്ന് ലഭിച്ചിട്ടുള്ള ഉൾക്കാഴ്ചകൾ പിന്നീട് ഇന്ന് വരെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ദാരിദ്ര്യത്തിലാണ് ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുന്നത്. എനിക്ക് സെമിനാരി പരിശീലനത്തിൽ ഉള്ള കാലഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നു.